കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ സ്പെഷ്യൽ കോഴ്സസ് നിങ്ങൾക്കറിയാം. 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെ കിഡ്സ് ഏരിയ ഓൺലൈൻ ലൈവായിട്ട് ട്യൂഷൻ നൽകിക്കൊണ്ടിരിക്കുകയാണ്, ക്ലാസ് നൽകിക്കൊണ്ടിരിക്കുകയാണ്. മൺഡേ ടു ഫ്രൈഡേ ക്ലാസ് ആണ്, സാറ്റർഡേ എക്സാം ആണ്. എല്ലാ സാറ്റർഡേസിലും വീക്ക്ലി എക്സാം ആണ്. അപ്പോൾ സെപ്റ്റംബർ 18-ന് ടേം 2 ക്ലാസ് സ്റ്റാർട്ട് ആവുകയാണ്. സെപ്റ്റംബർ 18-നാണ് നെക്സ്റ്റ് ടേം 2 ക്ലാസ് സ്റ്റാർട്ട് ആകുന്നത്. 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് സൂമിൽ ലൈവ് ക്ലാസ് ആയിട്ടാണ് ക്ലാസ് ഉള്ളത്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. അതിനായിട്ട് ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. 9746487799. ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്. ഹലോ ചിൽഡ്രൻ, വെൽക്കം ടു കിഡ്സ് ഏരിയ ഓൺലൈൻ. ഓണം എക്സാം 2024 STD 5-ലെ കുഞ്ഞുങ്ങൾക്ക് ഇന്ന് മലയാളം സെക്കൻഡ് അടിസ്ഥാന പാഠാവലി എക്സാം ആയിരുന്നു. എക്സാം എങ്ങനെയുണ്ടായിരുന്നു? ഈസി അല്ലേ? യെസ്, ഈസിയാണ്. എല്ലാവരും എല്ലാ ക്വസ്റ്റ്യൻസിനും ആൻസർ നൽകിയിട്ടുണ്ടാകും. ഇപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറും അതിലൊരു ഷോർട്ട് ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ് ഒക്കെ അറിയണ്ടേ? യെസ്, ഓക്കെ. ഒന്നാമത്തെ പ്രവർത്തനം എന്തായിരുന്നു? വായിക്കാം എഴുതാം. ഒപ്പരം. സുരേന്ദ്രൻ കാടങ്കോടിന്റെ ഒപ്പരം എന്ന കവിതയായിരുന്നു അല്ലേ? ആ കളി മൈതാനമാകെ പൂത്തുമ്പികൾ പാറും പോലെ, പൂത്തിരി പൂക്കും പോലെ, ആ കൊച്ചു കിടാങ്ങളിലാകെ പന്തൊന്നു പിടിക്കുവാനുള്ള വെമ്പലൊരു മത്സരമാകുന്നു. ഉന്തിയും തള്ളിയും വീണും തോറ്റും കിതച്ചും ജയിച്ചും നിയമങ്ങൾ കൊത്തും തെറ്റിച്ചും തമ്മിൽ കലരുകയാണവർ. ഈ മൈതാനം എത്രയോ ധന്യം, കുഞ്ഞു പാദങ്ങൾ പുണർന്നതിൻ പുണ്യം. അപ്പോൾ ഒപ്പരം എന്ന കവിതയാണ്. ഇതിൽ നിന്നും 5 ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. ഈ 5 ക്വസ്റ്റ്യനും നിങ്ങൾ ഉറപ്പായിട്ടും ശരിയായ ഉത്തരം നൽകിയിട്ടുണ്ടാകും. നമുക്ക് നോക്കണ്ടേ, ശരിയാണോ നോക്കണ്ടേ? ഒന്നാമത്തെ ചോദ്യം എന്തായിരുന്നു? പൂത്തിരി പൂക്കും പോലെ ഏത് വികാരത്തെയാണ് അർത്ഥമാക്കുന്നത്? പൂത്തിരി പൂക്കും പോലെ. പൂത്തിരി പൂക്കുമ്പോൾ എന്തിനാ? ആഹ്ലാദമാണോ, മത്സരമാണോ, വിദ്വേഷമാണോ, കിതപ്പാണോ ഉണ്ടാവുക? പൂത്തിരി പൂക്കുമ്പോൾ സന്തോഷം, ആഹ്ലാദം അല്ലേ? അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഉത്തരം ആഹ്ലാദം. പൂത്തുമ്പികൾ പാറുന്നത് പോലെ പാറിയത്. കൊച്ചുകിടാങ്ങൾ, പന്ത്, നിയമങ്ങൾ, പാദങ്ങൾ. ആരാ പൂത്തുമ്പികൾ പാറുന്നത് പോലെ മൈതാനത്ത് ചാടി മറിഞ്ഞ് കളിച്ചത്? ആരാ? കൊച്ചുകിടാങ്ങൾ. ആരാ? കൊച്ചുകിടാങ്ങൾ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? പന്ത് പിടിക്കാനുള്ള വെമ്പൽ എന്തായി മാറുന്നു? വെമ്പൽ എന്തായി മാറുന്നു? മത്സരം. വെമ്പൽ മത്സരമായി മാറുന്നു. കിതപ്പല്ല, ധന്യതയല്ല, തോൽവിയല്ല, മത്സരമായി മാറുന്നു. നാലാമത്തേത് എന്തായിരുന്നു? മൈതാനത്തിന്റെ പുണ്യം എന്താണ്? കളിക്കാർ തമ്മിൽ മത്സരിച്ചത്, നിയമങ്ങൾക്കൊത്ത് കളിച്ചത്, കുഞ്ഞു പാദങ്ങൾ പുണർന്നത്, നിയമങ്ങളുള്ളത്. ഏതാ മൈതാനത്തിന്റെ പുണ്യം? കുഞ്ഞു പാദങ്ങൾ പുണർന്നത്. ഉന്തിയും തള്ളിയും വീണും തോറ്റും കിതച്ചും ജയിച്ചും. ഈ വരികളിൽ അർത്ഥമാകുന്നതെന്ത്? കുട്ടികൾ ഇങ്ങനെയൊക്കെയാണ്. ജയിച്ചേ മതിയാകൂ, ഉന്തും തള്ളും പാടില്ല, തോറ്റാൽ കിതയ്ക്കും. എന്താ ഈ വരികളിലെ അർത്ഥം? ഉന്തിയും തള്ളിയും വീണും തോറ്റും കിതച്ചും ജയിച്ചും. കുട്ടികൾ ഇങ്ങനെയൊക്കെയാണല്ലേ? കുട്ടികൾ ഇങ്ങനെയൊക്കെയാണ്. ഓക്കെ. അപ്പൊ ഈ 5 ക്വസ്റ്റ്യനും നിങ്ങൾ ആൻസർ കറക്റ്റ് ആയിട്ട് എഴുതിയില്ലേ? യെസ്, എഴുതി. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? അഭിപ്രായക്കുറിപ്പ്. പെൺകുട്ടികളെ ഫുട്ബോൾ കളിക്കാൻ കൂട്ടാനോ? അവർക്ക് പറ്റിയ കളിയാണോ ഫുട്ബോൾ? നീ പോയി കഞ്ഞിയും കറിയും വെച്ച് കളിക്ക്. പന്ത് കളിക്കാൻ ഒരു പെൺകുട്ടി എന്ന പാഠഭാഗത്തിലെ പ്രകാശന്റെ വാക്കുകൾ ഓർമ്മിക്കുന്നുണ്ടല്ലോ. ഈ പത്രവാർത്തയൊന്ന് ശ്രദ്ധിക്കൂ. വനിതാ ഫുട്ബോൾ തിരിച്ചെത്തുന്നു. തിരുവനന്തപുരം. കേരളത്തിലെ വനിതാ ഫുട്ബോൾ ക്ലബ്ബുകൾ തിരിച്ചു വരുന്നു. താരങ്ങൾക്ക് നിരവധി അവസരങ്ങൾ നൽകിക്കൊണ്ട് കായിക പ്രേമികൾ വനിതാ ഫുട്ബോൾ വസന്തം ഒരുക്കുകയാണ് ഓരോ പഞ്ചായത്തിലും. പ്രകാശന്റെ വാക്കുകളും പത്രവാർത്തയും വിശകലനം ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം കുറിപ്പായി എഴുതുക. പ്രകാശന്റെ വാക്കുകൾ, പത്രവാർത്ത, ഇത് രണ്ടും കൂടി താരതമ്യം ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം കുറിപ്പെഴുതുക. അതായിരുന്നു രണ്ടാമത്തെ ചോദ്യം. അത് ഓരോ കുട്ടികളും അവരുടെ ആശയത്തിനനുസരിച്ച് എഴുതും. മൂന്നാമത്തെ ചോദ്യം ദൃക്സാക്ഷി വിവരണം.
ദൃക്സാക്ഷി വിവരണം എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങളത് കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് ഇതാ ഇപ്പോൾ അടിക്കുകയാണ്, ഇതാ അവർ കൈ കൊട്ടുന്നു, ഇതാ പോകുന്നു, ഇങ്ങനെയൊക്കെ പറയത്തില്ലേ? അത് തന്നെ. സ്കൂളിൽ നടന്ന ഒരു കളിയുടെ ചിത്രമാണത്. ഒരു കൂട്ടുകാരൻ മൈക്കിലൂടെ കളി വിവരണം നടത്തുന്നുണ്ട്. നിങ്ങളാണ് ദൃക്സാക്ഷി വിവരണം നടത്തുന്നതെങ്കിൽ എന്തൊക്കെയാവും പറയുക? സങ്കല്പിച്ചെഴുതുക. ഇവിടെ എന്താണ്? ഉറിയടി മത്സരമാണല്ലേ. അപ്പോൾ ഇതാ ആ കുട്ടിയുടെ കയ്യിൽ ഒരു കമ്പുണ്ട്. ആ കമ്പ് വെച്ച് അടിക്കാൻ പോകുന്നു. കിട്ടിയില്ല ദാ ഇപ്പോൾ എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ കുട്ടികൾ ആർത്തിരമ്പുന്നു എന്നൊക്കെ നമ്മൾ ഇങ്ങനെ വിളിച്ചു പറയുന്നതാണ് ദൃക്സാക്ഷി വിവരണം. എല്ലാവരും എഴുതിയില്ലേ? യെസ്, എഴുതി. ഓക്കെ. 4ാമത്തെ പ്രവർത്തനം പോസ്റ്റർ. ക്ലാസ് കായികോത്സവത്തിന്റെ ഭാഗമായി കളികളും കായിക മത്സരങ്ങളും പൂർത്തിയായിട്ടുണ്ട്. മനോഹരമായ ഒട്ടേറെ കളി നിമിഷങ്ങളുടെ ചിത്രങ്ങൾ, വിവരണങ്ങൾ, വാർത്തകൾ എന്നിവ ചേർത്ത് രസക്കളി എന്ന പേരിൽ ഒരു പതിപ്പ് തയ്യാറാക്കുന്നു. എന്ത് പേരിലാ? രസക്കളി എന്ന പേരിൽ ഒത്തിരി കളികളുടെ ചിത്രങ്ങൾ, വിവരണങ്ങൾ, വാർത്തകൾ എല്ലാം ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ. പതിപ്പിന്റെ പ്രകാശനം സെപ്റ്റംബർ 30 പ്രമുഖ PU ചിത്ര നിർവഹിക്കും. രസക്കളിയുടെ പ്രകാശനവുമായി ബന്ധപ്പെട്ട് പോസ്റ്റർ തയ്യാറാക്കുകയാണ്. രസക്കളി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പതിപ്പാണ്. അതിനുള്ളിൽ ചിത്രങ്ങളുണ്ട്. എന്തിനെ കുറിച്ചുള്ളതാ? ഒട്ടേറെ കളികളെ കുറിച്ചുള്ള ചിത്രങ്ങൾ, വിവരണങ്ങൾ, വാർത്തകൾ ഇതൊക്കെയുണ്ട്. അപ്പോൾ അതെല്ലാം ചേർത്തിട്ടുള്ള രസകളി എന്ന ആ ഒരു പതിപ്പിന് വേണ്ടി ഒരു പോസ്റ്റർ തയ്യാറാക്കുക. അപ്പോൾ പ്രകാശനം എന്നാണ്, ആരാണ് പ്രകാശനം ചെയ്യുന്നത്, എവിടെയാണ്, അതൊക്കെ അതിനകത്ത് എന്താ കൊടുക്കണം, ഹെഡിങ് കൊടുക്കണം. അതൊക്കെ ചേർത്ത് നിങ്ങൾ മനോഹരമായ പോസ്റ്റർ ഓരോരുത്തരും അവരുടെ ആശയത്തിനനുസരിച്ച് തയ്യാറാക്കിയിട്ടുണ്ടാവും. അതിന് ബി പാർട്ട് ഉണ്ട് കേട്ടോ. വടത്തിന്റെ മധ്യത്തിലുള്ള കൈലേസിൽ കണ്ണും നട്ട് അങ്ങനെ നിൽക്കും. ഏതു കളിയുമായി ബന്ധപ്പെട്ട പരാമർശമാണിത്? ഒരു വടത്തിന്റെ നടുക്ക് കൈലേസ് ഉണ്ടാവും. അതിലെല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കും, അങ്ങോട്ടോ ഇങ്ങോട്ടോ. ഏത് കളിയാ? മീൻ വായിലൂടോട്ടം, വടംവലി, 3 കാലിലോട്ടം. ഏതാ വടംവലി? അല്ലേ? യെസ്. 5ാമത്തെ ക്വസ്റ്റ്യൻ, ഡയറി കുറിപ്പ്. ഒരു വീരനായകന്റെ അഭിമാനത്തോടെ ഒന്നിനു പിന്നാലെ ഒന്നായി സമ്മാനങ്ങൾ വാങ്ങിക്കൊണ്ടിരുന്ന അവനെ മറ്റു കുട്ടികൾ അസൂയയോടെ നോക്കി. വിജയെ നിങ്ങൾക്ക് അറിയാമല്ലോ. അന്നേ ദിവസം തകാഹാഷി എഴുതാനിടയുള്ള ഡയറി കുറിപ്പ് സങ്കല്പിച്ചെഴുതുക. എന്തൊക്കെയായിരിക്കും ആ ഡയറി കുറിപ്പിൽ ഉണ്ടാവുക? ഒന്നിനു പിന്നാലെ ഒന്നായി വാങ്ങിയ സമ്മാനങ്ങൾ, അതൊക്കെ ചേർത്ത് എന്ത് ചെയ്യും? അന്ന് അവിടെ അനുഭവിച്ച കാര്യങ്ങൾ, അന്ന് അവിടെ കണ്ട കാര്യങ്ങൾ, അന്ന് അവിടെ എന്തൊക്കെ ഉണ്ടായിരുന്നോ അതെല്ലാം എന്ത് ചെയ്യും? ഡയറി കുറിപ്പിൽ ഉൾപ്പെടുത്തും. അത് നിങ്ങൾക്ക് ഡയറി നിങ്ങൾ എഴുതുന്നതാണ്, നിങ്ങൾക്ക് അറിയാവുന്നതുമാണ്. അതിന്റെ ബി പാർട്ട് ചോദ്യം, പിടിക്കാവുന്ന 1-2 പന്തുകൾ ഞാൻ മനഃപൂർവ്വം വിട്ടുകളഞ്ഞു. അതിന് പ്രകാശം നടത്തിയ പ്രയോഗം എന്തായിരുന്നു? ഓട്ടക്കൈ, കൊട്ടയിൽ വാരി, ജാഗരൂകത. എന്താ? ഓട്ടക്കൈ. ഓക്കെ. ഇനി പ്രവർത്തനം 6, അനുഭവക്കുറിപ്പ്. കൂട്ടുകാരോടൊപ്പം ചേർന്ന് പലവിധ കളികളിൽ ഏർപ്പെട്ടിട്ടുള്ള രസകരമായ അനുഭവങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ടാവും. മഴയിലും വെയിലിലും പാടത്തും പറമ്പിലും നമ്മൾ കളിച്ചിട്ടുണ്ടാവും. ജയിക്കുകയോ തോൽക്കുകയോ ചെയ്തിരിക്കാം. നിങ്ങളുടെ അനുഭവം എന്തായാലും അതിനെക്കുറിച്ചൊരു കുറിപ്പ് തയ്യാറാക്കുക. നിങ്ങൾ കളിച്ചിട്ടുള്ള ഒരു കളി, അതിൽ എവിടെയായാലും അതിനനുഭവം തോറ്റാലും ജയിച്ചാലും എന്തായാലും കുഴപ്പമില്ല. നിങ്ങളുടെ അനുഭവം എന്ത് ചെയ്യുക? കളിയെക്കുറിച്ചുള്ള അനുഭവം എഴുതുക. അത് എ പാർട്ട്. ബി പാർട്ട് എന്താ? വാലെ പിടിച്ചും വലിച്ചും, പിന്നെ ആരുടെ വാലിൽ? അരേനങ്ങളുടെ, കന്നുകളുടെ, വാനരന്മാരുടെ. ആരുടെയാ? വാനരന്മാരുടെ. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾ ശരിയായി ഉത്തരം എഴുതിയിട്ടുണ്ട്. കാരണം എളുപ്പമുള്ള ചോദ്യങ്ങളായിരുന്നു. നിങ്ങളെല്ലാം കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട്. നിങ്ങൾ സെലക്ട് ചെയ്ത ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ നല്ലതുപോലെ എന്ത് ചെയ്തിട്ടുണ്ട്? എഴുതിയിട്ടുണ്ട്. ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ, താങ്ക് യു. കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ സ്പെഷ്യൽ കോഴ്സസ് നിങ്ങൾക്കറിയാം. 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെ കിഡ്സ് ഏരിയ ഓൺലൈൻ ലൈവായിട്ട് ട്യൂഷൻ ക്ലാസ് നൽകിക്കൊണ്ടിരിക്കുകയാണ്. മൺഡേ ടു ഫ്രൈഡേ ക്ലാസ് ആണ്, സാറ്റർഡേ എക്സാം ആണ്. എല്ലാ സാറ്റർഡേസിലും വീക്ക്ലി എക്സാം ആണ്. അപ്പോൾ സെപ്റ്റംബർ 18 ടേം 2 ക്ലാസ് സ്റ്റാർട്ട് ആവുകയാണ്. സെപ്റ്റംബർ 18 നെക്സ്റ്റ് ടേം 2 ക്ലാസ് സ്റ്റാർട്ട് ആകുന്നത്. 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് സൂമിൽ ലൈവ് ക്ലാസ് ആയിട്ടാണ് ക്ലാസ് ഉള്ളത്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. അതിനായിട്ട് ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പർ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. 9746
487799. ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്.